ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് രാഘുൽ സാങ്കൃതയ. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ അതിൻ്റെ പേര് ഇതാണ്, വോൾഗ മുതൽ ഗംഗ വരെ എന്ന് പറയുന്ന പുസ്തകം. ഈ പുസ്തകത്തിനകത്ത് ഇന്ത്യയിൽ പുരാതന കാലത്ത് മാട്രിയാർക്കി നിലനിന്നിരുന്നു എന്നത് വളരെ വ്യക്തമായിട്ട് ആ ചരിത്ര സാധ്യതകൾ അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ അടരുകളിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ അങ്ങനെയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത്. എന്നുവെച്ചാൽ സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നീട് വളരാനും വികസിക്കാനും തുടങ്ങിയ കാലത്ത് ലോകത്ത് എല്ലായിടത്തും എന്ന പോലെ ഇവിടെയും പാട്രിയാർക്കിയാണ് നിലനിൽക്കുന്നത്. പുരുഷാധിപത്യ സമൂഹമാണ് ഇപ്പോഴത്തേത്. ഈ സമൂഹത്തിൽ പക്ഷേ പുരുഷാധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന വളരെ ശക്തമായിട്ടുള്ളൊരു മൂമെൻ്റാണ് സ്ത്രീകളുടെ പോരാട്ടത്തിൻ്റെ നമ്മൾ ഫെമിനിസം എന്ന് സാധാരണ വിശേഷിപ്പിക്കപ്പെടുന്നു. ആ പ്രസ്ഥാനത്തിൻ്റെ ഒരു വളർച്ച എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊപ്പം തുല്യ സ്ഥാനം എന്നുള്ളതാണ്. അല്ലാതെ സ്ത്രീകൾക്ക് ഉയർന്ന സ്ഥാനവും പുരുഷന്മാർക്ക് താഴ്ന്ന സ്ഥാനം എന്ന നിലപാടല്ല ഫെമിനിസത്തിൻ്റെ ഏറ്റവും നല്ല വശത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതായത് സ്ത്രീയും പുരുഷനും മനുഷ്യരാണ് എന്നതും മനുഷ്യർക്ക് തുല്യനീതി എന്നതുമാണ് ആ കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാടിലേക്ക് എത്താനായിട്ട് ഏറ്റവും വിമുഖത കാണിക്കുന്ന സമൂഹമാണ് മുസ്ലിം സമൂഹം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ മുസ്ലിം സ്ത്രീകളെ പഠിപ്പിക്കാൻ പറ്റില്ലായിരുന്നു. അവർ പഠിക്കണ്ട, അങ്ങനത്തെ തീരുമാനം എടുത്തില്ല. അതിനിടയ്ക്ക് അത് പിന്നീട് മുസ്ലിം സമുദായത്തിൽ തന്നെ പുരോഗമനവാദികളായിട്ടുള്ള ആളുകളുടെ പോരാട്ടത്തിൻ്റെ ഫലമായിട്ട് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുകയും അങ്ങനെ അവർ നല്ല രീതിയിൽ വിദ്യാഭ്യാസം നേടുകയും ഇന്നത്തെ സമൂഹത്തിൽ വളരെ ഉജ്ജ്വലമായിട്ടുള്ള രീതിയിൽ മുസ്ലിം സ്ത്രീ സമൂഹം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും അതിൻ്റെ ചുരുക്ക് കെടാതെ കൊണ്ടു നടക്കുന്ന കുറേ മുല്ലാക്കന്മാരും അവരെ താങ്ങി നടക്കുന്നതായിട്ടുള്ള ആളുകളും ഒക്കെ കൂടി വീണ്ടും നമ്മുടെ സമൂഹത്തിനകത്ത് സ്ത്രീകൾക്ക് ഒരു തരത്തിലും സമത്വം നൽകാൻ പാടില്ല എന്ന് വാശി പിടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ സൂംബ ഡാൻസ് എന്ന് പറഞ്ഞ പാട്ടൊക്കെ വെച്ചിട്ട് അതിനനുസരിച്ചുള്ള നൃത്തമാണ്, ഒരുതരം കായിക പ്രകടനം മാത്രമാണ്. ആൺ പെൺ ഇടകലൽ എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ് അവർ നടത്തുന്നത്. ആണും പെണ്ണും ഇടകലർന്ന് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ആണും പെണ്ണും ഇടകലർന്നു കഴിഞ്ഞാൽ ഈ ആകാശം ഇടിഞ്ഞു വീഴും എന്ന് അവർ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ആണും പെണ്ണും ഒക്കെ ഇടകലർന്ന് ജീവിച്ച ഒരു സമൂഹമാണ് ഈ സമൂഹത്തെ വളർത്തിക്കൊണ്ടത്. അവർ സ്വർഗത്തിൽ പോയാൽ അവിടെ ഹൂറികളുണ്ടെന്ന് പറയുന്നത് ഇവർ തന്നെയാണ്. അത് തന്നെയാണ്. അതെ, അത് അതിൻ്റെ വൈരുദ്ധ്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.